ഈ ലോകത്തിൽ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മനുഷ്യർക്കെല്ലാം പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ആസന്ന മരണത്തിന് തയ്യാറായിരിക്കുന്ന പരീക്ഷത്തിനോട് മരണമടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വിവരിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. മരണമടുക്കുമ്പോൾ ആദ്യമായി മരണഭയത്തെ കൈവിടുകയാണ് വേണ്ടത്. അടുത്തതായി ലൗകിക ബന്ധങ്ങൾക്ക് വിഷയമാകുന്ന കാര്യങ്ങളെല്ലാം ത്യജിക്കണം. ഭാര്യ, ഭർത്താവ്, പുത്രി, പുത്രന്മാർ എന്നിങ്ങനെയുള്ള ലോകത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്നതായ സകല ലൗകിക ബന്ധങ്ങളെയും ത്യാഗമാകുന്ന വാളുകൊണ്ട് മുറിക്കണം. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ആദ്യമേ നമുക്ക് ഇതേക്കുറിച്ചുള്ള ചിന്ത വേണം. ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും, നമ്മുടെ ശരീരം ഒരിക്കൽ നശിച്ചു പോകേണ്ടതാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആദ്യം മുതൽക്കേ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ മരണസമയത്ത് നമ്മുടെ മരണത്തെപ്പറ്റിയും നാം ചിന്തിക്കണം. ഈ ഭൂമിയിൽ ജനനമെടുത്താൽ മരണം അനിവാര്യമാണ്. അത് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നെല്ലാം നാം നമ്മുടെ മരണത്തെപ്പറ്റി ചിന്തിക്കണം. ആദ്യമൊക്കെ പേടി തോന്നുമെങ്കിലും മരണഭയത്തെ ഇല്ലാതാക്കിയാൽ അതുതന്നെയാണ് മോക്ഷം, നമ്മുടെ ഭ്രമത്തിൽ നിന്നുള്ള മോക്ഷം. ശ്രീ ശുകബ്രഹ്മർഷി തുടർന്നു പറയുന്നു, അങ്ങനെ ഗൃഹത്തിൽ വെച്ച് തന്നെ മരണഭയത്തെ നീക്കി എല്ലാ ആസക്തികളിൽ നിന്നും വിരക്തി നേടി തന്നെ ഈ ലോകത്തോട് ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഗൃഹത്തിൽ നിന്ന് പുറപ്പെടണം. എന്നിട്ട് പുണ്യതീർത്ഥങ്ങളിലെല്ലാം സ്നാനം ചെയ്ത് വിശുദ്ധമായ ഒരിടത്ത് സുഖമായി ഇരുന്നു കൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ സുഖാസനത്തിലിരുന്ന് പ്രാണായാമം കൊണ്ട് ശ്വാസഗതിയെ നിയന്ത്രിച്ച് മനസ്സ് ഏകാഗ്രമാക്കി ബ്രഹ്മബീജമായ ഓംകാര മന്ത്രം ഇടതടവില്ലാതെ ഉച്ചരിക്കണം. നമ്മുടെ ബുദ്ധിയെ സാരഥിയാക്കി മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് പല വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ പിടിച്ചൊതുക്കി ബുദ്ധിയെയും മനസ്സിനെയും ഒരേ ഒരു ഈശ്വരനിൽ ഉറപ്പിക്കാൻ സാധിക്കണം. ബുദ്ധിയും മനസ്സും നിയന്ത്രണത്തിലായാൽ ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഭഗവാന്റെ കേശാദിപാദം ഓരോ അംഗങ്ങളും മനസ്സിൽ ധ്യാനിക്കണം. അപ്പോൾ മനസ്സിൽ എല്ലാ വിഷയങ്ങളും കെട്ടടങ്ങി ഒരു നിശ്ചലത അനുഭവപ്പെടും. ഇത് അനുഭവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഭഗവാന്റെ പരമമായ പദം. മനോമാലിന്യങ്ങൾ നീക്കിയാലേ ഭഗവത് സ്വരൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ എന്നിങ്ങനെ ശുകബ്രഹ്മർഷി പറഞ്ഞപ്പോൾ മനോമാലിന്യം നീക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് പരീക്ഷിച്ച് ചോദിക്കുന്നു. ശുകബ്രഹ്മർഷി പറയുന്നു, ഇപ്രകാരം വിഷയാസക്തിയെ ജയിച്ച് വിരക്തരായ ഒരാൾക്ക് യോഗവിദ്യാപ്രകാരമുള്ള ഏതെങ്കിലും സുഖാസനത്തിൽ കുറേ നേരം ഇരിക്കാൻ കഴിയണം. അങ്ങനെ ഇരുന്നു കൊണ്ട് പ്രാണവായുവിനെ നിയന്ത്രിച്ച് ഭഗവത് സ്വരൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കണം. ഹൃദയത്തിലിരിക്കുന്ന സൂക്ഷ്മരൂപിയായ ഭഗവാനെ ധ്യാനിക്കുന്നതിലും എളുപ്പം സ്ഥൂലരൂപിയായ പ്രപഞ്ചസ്വരൂപിയായ വിരാട് പുരുഷനെ ധ്യാനിക്കുന്നതാണ് എന്നാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. വിരാട് പുരുഷ വർണ്ണന നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം.